ഇല്ല ചാ, ഞാൻ സ്ഥലം കൊടുക്കുന്നില്ല. ഒരിക്കലും പറഞ്ഞു കരുതി മാറ്റി പറയാൻ പാടാന്നൊന്നുമില്ലല്ലോ. ആ അങ്ങനെ പറഞ്ഞാൽ മതി. അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ ചേച്ചിയോടും പിള്ളേരോടും എൻ്റെ അന്വേഷണം പറഞ്ഞേര്. അപ്പോൾ നാളെ കാണാം. എല്ലാം കറക്റ്റാന്നേ. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടിയറോയി, സന്തോഷം സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയ ഞങ്ങളെല്ലാം കൂടെ ഒരു വരെ കൂടെ വരും, പറഞ്ഞേക്കാം. ഇതെങ്ങനെ മടങ്ങാനാടും? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്തോ പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മൊട്ടടിച്ച് റോഡേ കൂടെ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് വലിയ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ മുട്ടയടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനും അളിയനോട് മുട്ടയടിക്കാൻ നടക്കുന്നു. ഈ തറവാടിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിൻ്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചൊറ്റകൾ വീടിൻ്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുക. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടി കിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടിയോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ, വൈഫ് സിയാറ്റിലെ ആൻറ്റിയെ കാണാൻ പോയിരിക്കുന്നെന്ന്. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ. വരൂ. എന്നാ സെബാസ്റ്റ്യൻ, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ അതുകൊണ്ടല്ലേ സാർ, ചന്തയിൽ പച്ചക്കറിക്ക് അപ്പം തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവർ തരുള്ളൂ. അതുകൊണ്ടാണ് സാറേ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ലോ? ഓ ചെക്ക് തന്നെ എനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ല ചാച്ചാ, ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്. അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത്? അല്ലേ വേണ്ട, ഇച്ചായൻ തന്നെ അങ്ങ് ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറി അന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായനെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടുവന്നു. ഞാനത് ഗോഡ്ബിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം. നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിപ്പി അമ്മച്ചിനെ സഹായിക്കുക. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ? ചെല്ലില്ല പ്ലീസ് ഒന്ന്. പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ നെക്ലേസ്. എന്നാ നോക്കുന്ന? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോൾ അളിയന് മാത്രമേ പണി കാണിക്കരുത്. അലക്സേ, നീ എൻ്റെ അടുത്ത് മറ്റേടത്ത് ഇതിൻ്റെ കൂടെ ഒരു കുറവുകളായിരുന്നു. കൈ വിടുന്നേ. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ ഇങ്ങനുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഓ കൊള്ളാം, കുഴപ്പമില്ല. വിനെഗറുണ്ടോ?
അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ ആ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതിൽ നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. അയ്യോ, കുറച്ച് മതി, കുറച്ച്. ഒന്നും മിണ്ടായിരിക്കല്ലേ. ആ നീ മിണ്ടായിരിക്കോടെ. നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കല്ലാങ്കുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ് എന്തോ? വാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ, ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എവിടം വരെ ആയി? അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്നാ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഗ് എവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി അങ്ങ് മാറ്റി വെച്ചേ. ആ, ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടെ കിട്ടി? നമ്മുടെ CID ഓഫീസിൽ കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും. അയ്യോ, ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് പിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, നീ അത്താഴം എടുത്തു നോക്ക്. വരൂ, കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ, കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ല ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മത്തി പങ്കെടുക്കണം. അതുകൊണ്ടാവും. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. ആ, അത് ശരിയാ. വരാം.